ഹായ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫുള്ളി കംപ്ലീറ്റ്ലി ഒരു കാടിൻ്റെ വൈബുള്ളൊരു സ്ഥലത്താണ്. അതെ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഹാഫീസ് ആൻഡ് ഫൈറൂസ്. ഓക്കെ, അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് പറയാം, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നൊക്കെ നിങ്ങൾ പറയാം. അപ്പോൾ ഹാഫി നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ? ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാഫീസ് ആൻഡ് ഫൈറൂസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ കംപ്ലീറ്റ്ലി ഒരു കാടിൻ്റെ വൈബുള്ള ആക്ച്വലി ഒരു കാട്, നമ്മൾ മുത്തങ്ങ കാട്ടിനുള്ളിൽ നമ്മളുള്ളത്. തന്നെ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നത് നമ്മളൊരു എന്താ പറയുക, ശരിക്കും ഓക്കെ എന്താ പറയാ, നമ്മൾ ആക്ച്വലി ഇന്നൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ ഫാമിലി ആയിട്ട് ബാംഗ്ലൂർ ഹൈദരാബാദിലേക്ക് നമ്മൾ എന്തായാലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈദ് ഷോപ്പിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ വയനാട് വഴിയാണ് നമ്മൾ നേരെ ബാംഗ്ലൂർ പോകുന്നത്. ഇപ്പോൾ മെയിനായിട്ടും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഈദ് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബാംഗ്ലൂർ പോകണമെന്നുള്ളതല്ലേ. അതെ അതെ. അപ്പം സത്യം പറഞ്ഞാൽ ഈദ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഷോപ്പിംഗ് അല്ല. ഇപ്പോൾ നമ്മുടെ ബ്രാൻഡ് എസ്ലിസ് അതിലേക്കുള്ള കുറച്ച് ഷോപ്പിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് റമലാനാണ് വരാൻ പോകുന്നത്. അപ്പോൾ റമലാൻ്റെ ഫുഡും കാര്യങ്ങളും, പിന്നെ ബാംഗ്ലൂർ ഹൈദരാബാദൊക്കെ കുറച്ച് ഈദ് വൈബും റമലാൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ KMS ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോട്. പിന്നെ ഇവിടുത്തെ ഭയങ്കര ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ശരിക്കും അവിടെ ശരിക്കും ഇൻസ്റ്റാഗ്രാം വേഴ്സസ് റിയാലിറ്റി എത്രത്തോളം. നമ്മൾ കുറേ ആയി വരാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങിയത് ഇപ്പം ഏകദേശം ഒരു 4:30-5 മണിയായി. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ഇവിടുത്തെ നെയ്പ്പത്തലും ബീഫും, അത് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അതിന് മുന്നായിട്ട് പിന്നെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും ഷോപ്പിങ്ങും കാര്യങ്ങളും കേൾക്കുക. എനിക്കറിയാം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് ഷോപ്പിംഗ് എന്നുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഷോപ്പിംഗ് ആയിരിക്കും, ലേഡീസും കിഡ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാം വാച്ച് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ബൈ. KM റെസ്റ്റോറന്റ് അല്ല, എന്താ മെസ് ഹൗസിലേക്ക് പോകുന്ന വഴിയുണ്ട്. ഇത് സൈഡ് മൊത്തം കാടാണ്, മുത്തങ്ങ അല്ലേ. നമുക്ക് ശരിക്കും വരാനുള്ള റൂട്ട് ഇതെല്ലാം അവിടുന്ന് ഒരു 13 മിനിറ്റ് മാറിയിട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, 13 മിനിറ്റ് പോയാലെന്താ അത് നോക്കാം. അതാണ് മെയിൻ ആയിട്ട് കാര്യം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഹൈപ്പുള്ളൊരു സംഭവമായിരുന്നു അല്ലേ KMS ഹൗസ്. അപ്പം അത് ഷാഫി വന്നിട്ടുണ്ട് നല്ല പറഞ്ഞിട്ട്. ഇതായിരിക്കൂല അല്പം. ഇത് എത്ര മിനിറ്റ് ഉണ്ട്? ഐശോ നോക്ക്, ആനലേക്ക് കാണട്ടോ. അങ്ങോട്ട് നോക്കി ഐശോ, ആന ഉണ്ടാവും, മങ്കി ഉണ്ടാവും. ശരിക്കും രാവിലെ വരണം. ഇന്ന് വിളിച്ചപ്പോ മജീദ് പറഞ്ഞത് 6 മണി വരെ ഉണ്ടാവുന്നാണ്. പോയാ കിട്ടാലോ. ഐശോ, ഐശോന് എന്താ വേണ്ടത്? ബനാന. ശരിക്കും പറഞ്ഞാലേ ഇത് കണ്ടപ്പോ ഷോക്കായി. കാരണം ഇത് ചെറിയൊരു കുഞ്ഞു ഷോപ്പ് കണ്ടപ്പോ വിചാരിച്ചു ഇതല്ലാന്ന് കരുതി. പക്ഷെ അതെന്നാണ്. ഇത് കാണിച്ചതായി എടുക്കട്ടെ. നമ്മൾ ഐശ്വര്യ ചെരുപ്പ് എടുക്കുക. വാച്ച് ഔട്ട് ഉണ്ട്. ഇറങ്ങി ഇതാണ് മജിദിക്കാണ് ബീഫ്. നിങ്ങളാണോ മജിദ്ക്ക? ഇത് നെയ്പ്പത്തൽ. പക്ഷെ നെയ്പ്പത്തൽ വേണോ? പക്ഷെ ഒന്ന് ടേസ്റ്റ് ചെയ്തേ അപ്പി. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയാ.
നല്ല നെയ്പ്പത്തലും ബീഫ് കേട്ടോ. വേറെ എന്തെങ്കിലും വേണോ? ആക്ച്വലി വേറെ എന്തോടെ ഉള്ളത്? കപ്പയാ? ചൂണ്ടോ ബീഫ് മാത്രം തയ്ച്ചു. ബീഫ് എങ്ങനെ പന്നോ? ഞാൻ ശരിക്കും ബീഫിന്റെ സാധനം അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് ശരിക്കും? KMS ഹൗസിലെ അവിടുത്തെ ബീഫ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ബീഫും അതുപോലെ നെയ്പ്പത്തലും. ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ എന്നൊക്കെ വന്ന ടൈം വളരെ ഒരു ഓട് ടൈമായിരുന്നു. ഇവിടെ ശരിക്കും വരേണ്ടത് രാവിലെ 9 o'clock വരണം. കാരണം അങ്ങനെ ആകുമ്പോൾ തലേന്ന് രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്ത് കുക്ക് ചെയ്തിട്ടുള്ളൊരു ബീഫാണ്. പിന്നാണെങ്കിൽ ഇന്നൊക്കെ നല്ല റഷ് ആണെന്ന് മസ്തൊക്കെ പറഞ്ഞതല്ലേ. കാരണം സൺഡേസ് ഒരിക്കലും ഇവിടെ ചൂസ് ചെയ്തത്. സൺഡേസ് ഇവിടെ പെരും റഷാണ്. നമുക്ക് കിട്ടിയ ബീഫ് ശരിക്കും 1 മണിക്ക് ഉണ്ടാക്കിയാന്നാ പറഞ്ഞത്. അപ്പൊ മജിദ്ക്ക് നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇന്ന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലട്ടോ, നിങ്ങൾക്ക് രാവിലെ സോഫ്റ്റ് ബീഫാ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല 22-ാം തീയതി മുതൽ, അതായത് നോമ്പ് തുടങ്ങുന്ന മുതൽ പിന്നെ ഒരു മാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ നെയ്പ്പത്തലൊക്കെ നല്ല രസം. നെയ്പ്പത്തലും അടിപൊളിയാണ്. അതുപോലെ തന്നെ ബീഫ് ഉണ്ടല്ലോ, ബീഫിന്റെ മസാല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കപ്പ നമുക്ക് പിന്നെ ഞാൻ ആദ്യം കേട്ടോ പഴംപൊരിയും ബീഫും കിട്ടുന്നത്. പക്ഷെ എനിക്കത് ആലോചിക്കുമ്പോൾ മനസ്സിൽ എന്തോ ഒരു ഇതിങ്ങനെ കഴിക്കാന്നുള്ളതായിരുന്നു. പക്ഷെ കഴിച്ചപ്പോ പിന്നെ നമ്മുടെ ഇതിന്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ബീഫിന്റെ നല്ല എരിവുള്ള ബീഫ് അവിടുത്തെ ബീഫ് ഒന്നും കൂടി ഞാൻ വീണ്ടും പറയാണ്, അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ആണ്. നമ്മള് പല ബീഫ് കഴിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്നൊക്കെ പലതും. പക്ഷെ ഇത് നമുക്ക് ഇഷ്ടമായിട്ടോ, നമുക്ക് ഇഷ്ടമായി. പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടമായത് കണ്ടിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം എന്താ അറിയോ, നമ്മൾ അങ്ങനെ റീലൊക്കെ കണ്ടു പോകുന്നിടത്തൊക്കെ നല്ല അബദ്ധം. പ്രത്യേകിച്ച് കോഴിക്കോട് ഞങ്ങൾ കുറെ ബിരിയാണി ഒക്കെ തപ്പിപ്പോയിട്ടുണ്ട്. ഒരുപാട് ബിരിയാണീസ് തപ്പിപ്പോയ കഥകളുണ്ട്. ഓക്കെ, അപ്പം അടിപൊളിയാട്ടോ. എന്തായാലും ഇവിടെ വന്ന് നോക്കണം. പക്ഷെ ഒന്നാമത് ഈ കാടിനുള്ളിൽ കൂടുതൽ യാത്ര നല്ലൊരു അനുഭവമാണ്. പിന്നെ കുഞ്ഞു വയസ്സാണ്, നമ്മള് ഇത്ര കുഞ്ഞാണെന്ന് വിചാരിച്ചില്ല. പിന്നെ മജീദ്ക്ക് ആള് പൊളിയാണ്. പക്ഷെ ആദ്യമായിട്ട് അല്ലല്ലേ, ആദ്യമായിട്ടല്ല, കുറെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാന. കണ്ടോ ആഫി ഉണ്ടോ? പക്ഷെ ഇതെന്താണ്? ഇഷ്ടായോ? ജസ്സിനോട് പറയാം നമ്മൾ ആനെ കണ്ടുന്ന്. മുത്തങ്ങയിലട്ടോ നമ്മളുള്ളത്. ഫാമിലി ഒറ്റക്കൊക്കെ എന്താ അവിടെ? ഇവിടെ ഇവിടെ അങ്ങനെ എന്താ നമ്മൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ കുണ്ടൽപ്പേട്ട് എത്തിയ സമയത്താണ് ഈ ഒരു സൺഫ്ലവറിൻ്റെ പാടം കണ്ടത്. ഇത് ശരിക്കും യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. അപ്പം എന്തായാലും ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. കുറേ ആയി ഞാനിങ്ങനെ ഈ എല്ലാവരും ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചിരുന്നു. ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ഏകദേശം കുണ്ടൽപ്പേട്ടിൽ സന്തോഷമായി. ഇവിടെ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് 20 രൂപയാണ്. ഒരുപാട് ആളുകൾ വരുന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു 20 രൂപ വെച്ചിട്ടാണ് ഇങ്ങോട്ട് കെട്ടുന്നത്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാം. നമ്മളിപ്പോൾ ഉള്ളത് സൂര്യകാന്തി സൺഫ്ലവർ. അശ്വത് എന്താണ്? സൺഫ്ലവറാ? നല്ല രസമുണ്ട്. ഒരാൾക്ക് 20 രൂപ കേട്ടോ നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് കാണാം. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ? അപ്പം നമ്മൾ സ്ട്രേറ്റ് ടു ബാംഗ്ലൂരാണ്. പിന്നെ അവിടെ പോയിട്ടില്ല. ഇനി നാളെ മുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂരിലെ സ്ട്രീറ്റുകൾ, അതായത് തെരുവുകളിലൂടെയുള്ള ഞങ്ങളുടെ ഷോപ്പിംഗ് പ്രയാണങ്ങളായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മസ്റ്റായിട്ട് നമ്മൾ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യണം. ഷോപ്പിംഗ് വീഡിയോ ആണ്, മറക്കരുത്. അത് എന്തായാലും ഷോപ്പിംഗും ഫുഡും എല്ലാം ഉണ്ടാവും. അതുപോലെ പെരുന്നാളിന് ഈദ് വിശേഷങ്ങളുണ്ടാവും.